നമ്മൾ കാലങ്ങളായിട്ട് കേട്ട് പരിചയമുള്ള രണ്ട് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ആണ് MS വേർഡ് ആൻഡ് MS എക്സൽ. ഇവ രണ്ട് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് MS എക്സൽ ഫീഡ് ചെയ്യുന്ന സെയിം ഡാറ്റ ഓട്ടോമാറ്റിക്കലി എങ്ങനെ MS വേർഡ് റിഫ്ലക്ട് ചെയ്യാന്നുള്ളൊരു കണക്ഷൻ. നമുക്ക് നോക്കാം അതെങ്ങനെയാണുള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാൻ പറ്റും രണ്ട് ഫയൽ. മുകളിലുള്ളത് എക്സൽ ആണെങ്കിൽ താഴെ വേർഡ് ഡോക്ക്. ഈ രണ്ട് ഫയലും ഡിഫറെന്റ് നെയിംസിൽ ഞാൻ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. എക്സൽ ആണെങ്കിൽ എക്സൽ ടു ഡോക്ക് എന്നുള്ള നെയിമിലും വേർഡ് ആണെങ്കിൽ ഇമ്പോർട്ടഡ് എന്നുള്ള നെയിമിലും. ഇനി ഞാൻ ഓൾറെഡി എക്സലിൽ ഫീഡ് ചെയ്തിച്ച ഈ സെറ്റ് ഓഫ് ഡാറ്റ കോപ്പി ചെയ്യുന്നു. ഇനി ജസ്റ്റ് വേർഡിൽ വന്നിട്ട് ഹോം ടാഗ് പേസ്റ്റ് സ്പെഷ്യൽ ഇവിടെ ഡയലോഗ് ബോക്സ് വന്നു. അതിൽ പേസ്റ്റ് ലിങ്ക് മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് ഒബ്ജക്ട് ഓക്കെ ഓപ്റ്റ് ചെയ്യുന്നു. ഇവ സെയിം ഡാറ്റ ഇവിടെ റിഫ്ലക്ട് ആയിട്ട് ഞാൻ എന്തൊക്കെ മാറ്റം എക്സലിൽ വരുത്തിയാലും ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ 1200 ടൈപ്പ് ചെയ്തു, അത് ഇമ്പാക്ട് താഴെ വരുന്നത് കാണാം. അതുപോലെ തന്നെ 500 ജസ്റ്റ് ഈ ലൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് കളറിൽ എക്സലിൽ ആ സെയിം ഇമ്പാക്ട് താഴെ കാണാം. റൈറ്റ്, ഇത് മാത്രമല്ല ഈവൻ ഈ ഇമ്പോർട്ടഡ് ഡാറ്റ എന്നുള്ള ഫയൽ ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഈ ക്ലോസ് ചെയ്ത ശേഷം ഞാൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു, ഇത് ഞാൻ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ഡെസ്ക്ടോപ്പ് ത്രൂ ആ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. വീണ്ടും ആ ഒരു ഇമ്പാക്ട് ഈ ഡോക്യുമെന്റ് ഫയലും കാണാൻ പറ്റും. റൈറ്റ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒന്ന് അപ്ലൈ ചെയ്യും.